ഗൈസ്, നമ്മൾ ശ്രീലങ്കയിലാണ്. ശ്രീഹള്ളി അല്ല, ശ്രീലങ്ക. ശ്രീലങ്കയിൽ ഒരു ഓട്ടോറിക്ഷ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? എന്റെ അമ്മ, എനിക്ക് പേടിയാണ് സൈർവ ഇത് കണ്ടിട്ട്. ഫസ്റ്റ് തന്നെ ഇട്ടിരിക്കുന്നത്. ഇതെങ്ങനെ ഞാൻ ഇറക്കുക? ഭയങ്കര ക്ലച്ച് പിടിക്കുന്നില്ല. ഫസ്റ്റിൽ തന്നെ ഇട്ടിരിക്കുന്നത്. അവിടെ ബോർഡ് കണ്ടോ? ലെപ്പാർഡ്സ് ഉണ്ടെന്ന്. ലെപ്പാർഡ്സ്. I'm just enjoying this vibe, man. അങ്ങനെ അവസാനം ഞങ്ങൾ ഈ മലയുടെ മേളിൽ വന്നിട്ട് പെട്ടു. കേസ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 18,000 രൂപ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലല്ലേ? 5,000 രൂപ എന്ന് പറയുമ്പോഴത്തേക്കിനും അതവർ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്തോടെ പോകാൻ അത്രയും പൈസ വേണം എന്നുള്ളത്. ഞങ്ങൾ എന്തായാലും ഇതിനകത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ കാട്ടിലേക്കാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സമയപരിമിതിയൊക്കെയുണ്ട്, കണ്ടില്ലേ? രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ കയറ്റുള്ളൂ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നൈസാണല്ലോ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഓടി പൊളി. ഇവിടെ അങ്ങനെ അധികം ആൾക്കാരും വരുന്ന സ്ഥലമല്ല കേട്ടോ. ഓനെ പൊളിച്ച്. ഇത് കണ്ടോ, ഇവിടെ ഒരു ആമ്പൽക്കുളം. കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആമ്പൽക്കുളമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ പാടില്ല, ഇതിനകത്ത് ഡ്രോണൊന്നും പറത്താൻ പാടില്ല കേട്ടോ. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ 150 രൂപയേ ഉള്ളൂ ലോക്കൽസിന്. നമുക്കാണ് എക്സ്ട്രാ വരുന്നത്, $25 വരും ഫോറിൻ അഡൾട്ട്. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു. അതുകൊണ്ട് 18,354 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ആമ്പൽക്കുളം. അതുകൊണ്ട് ഇപ്പോൾ കോടയൊക്കെ മൂടി വരിക, നട്ടുച്ചയാണ് ഇപ്പോൾ സമയം. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവർ അതിലെന്തൊക്കെയോ എൻട്രൻസ് സ്റ്റാമ്പ് സീലൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ അടിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഫോറസ്റ്റിൽ കയറുന്ന സെയിം പ്രൊസീജിയറാണ്. ലെറ്റ്സ് യുണൈറ്റ് ഇൻ ദ പ്രൊട്ടക്ടിങ് ഇറ്റ്സ് വൈറ്റൽ പാർട്ട് ഓഫ് നാച്ചുറൽ ഹെറിറ്റേജ്. അങ്ങനെ ഗൈസ്, നമ്മൾ ആ നാഷണൽ പാർക്കിലേക്ക് കയറുകയാണ്. ഹോർട്ടൺ പ്ലെയിൻസ്. ശരിക്കും എന്താ സംഭവം നടത്തില്ല, എന്തോ ഭയങ്കര സംഭവമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് നമ്മളെ കടത്തി വിടില്ലല്ലോ. മഴയും തുടങ്ങിയിട്ടുണ്ട്, അടിപൊളിയായിരിക്കും. ശരിക്കും ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് 150 രൂപ ഉള്ളൂ. നമുക്കാണ് 18,000 രൂപ ആയത്. അടിപൊളി. ഇത് താക്കണോ? താക്കണം എന്നാ താത്തോ. 18,500 അമ്പലക്കുളം. ഇതെല്ലാം കൂടെ അടച്ചിട്ടിട്ട് എന്നാ മഴയത്ത് നമ്മൾ എന്നാ ചെയ്യാനാ? ഇത്രയും കാശും കൊടുത്തിട്ട് കാശ് തിരിച്ചു തരുമോ ചോദിക്കാം. മഴയും തുടങ്ങി. ടിക്കറ്റ് ഡിസ്കൗണ്ടിൽ വെക്കും. നമുക്കിവിടെ നിന്നിട്ട് വേറെ ആർക്കെങ്കിലും വരുന്ന വഴിക്ക് മറിച്ചു കൊടുത്താലോ? ബ്ലാക്കിൽ വയ്ക്കാം. ഞങ്ങൾക്ക് ചെറിയ പൈസ വന്നാൽ മതി. അടിപൊളി. മഴയും തുടങ്ങി. നല്ല അടിപൊളി കോലം. കുഴപ്പമില്ല. സാമ്പൽ അല്ല, മറ്റേ ഡിയർ തരികയാണെങ്കിലേ അകത്തോട്ട് കയറാതെ നമുക്ക് നോക്കാം. മഴ ഇപ്പം നിൽക്കുന്നു ഇവിടെ. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മഴയുടെ ഏരിയ ആണ്. ഏത് സമയത്തും മഴ ഇങ്ങനെ പെയ്യുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സോ നമ്മൾ ഈ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങുക എന്ന് പറയുന്നില്ലേ, അതേപോലെയാണ് നമ്മളിപ്പോ സംഭവം ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറെ വാക്കിംഗ് ട്രെയിൽസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിലേക്ക് ഇറങ്ങി നടന്നൊക്കെ പോകാനുള്ള പല പല സംഭവങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ എക്സ്ട്രീം വൈൽഡ് ആനിമൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്താ പറഞ്ഞേ? റേഞ്ച് ഒന്നുമില്ല. റേഞ്ചിന് ഈ SLT മൊബൈലിന് റേഞ്ച് ഉണ്ട്. അതായത് നമ്മുടെ BSNL പോലത്തെ ഇവിടുത്തെ ഒരു സാധനമാണ് SLT മൊബൈല്. അടുത്ത 27 കിലോമീറ്റർ ഇങ്ങനത്തെ പൊളിഞ്ഞ റോഡാണെന്ന് അവർ പറഞ്ഞു. അമ്മേ, ഒരു വണ്ടി. അടുത്ത 27 കിലോമീറ്റർ ഇങ്ങനത്തെ പൊളിഞ്ഞ റോഡാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. വാവ് മാൻ, ഇതിനകത്ത് മൊത്തം ആമ്പൽക്കുളങ്ങളാണ്. അതൊക്കെ എന്തോരോ ആമ്പലാന്ന് നോക്കി. ശരി, ഇത് നല്ല വെയിലുള്ള ഒരു സമയമായിരുന്നെങ്കിൽ നമുക്കിത് പൊളിക്കായിരുന്നു. ഗംഭീര പരിപാടിയാണ്. ഇതിപ്പം മഴയും പെയ്ത് ആ ഒരു മഴയത്ത് കാശും കൊടുത്ത് 18,000 രൂപയും കൊടുത്ത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കിടിലൻ വൈബല്ലേ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അതൊരു പ്രത്യേക ഭംഗിയാണ്. മഴ പെയ്ത് കിടക്കുമ്പോഴത്തേക്കിനും ആ കാട്ടുവഴി കൂടെ പോകാന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിൽ നമുക്ക് കാണാം 35 കിലോമീറ്റർ പോകാൻ 1.5 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പ് തന്നെ കാണിക്കുന്നത്. 20 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ ചാടി പോകണമല്ലോ. അപ്പോൾ പിന്നെ അത്രയൊക്കെ എടുക്കും. ഇവിടെ ഇതുപോലത്തെ സ്ഥലങ്ങളാണ്, മൊട്ടക്കുന്നുകളാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുറേ പ്ലെയിൻസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഒരു 10 കിലോമീറ്ററോളം വരുന്നൊരു ദൂരം നമ്മൾ കയറ്റം കയറിയായിരുന്നേ. ആ കയറ്റം കയറിയ ദൂരം ഇവിടെ നിന്ന് ഇനി ഒരു 10-12 കിലോമീറ്റർ ഇതുപോലത്തെ പ്ലെയിൻ ലാൻഡ്സ് ആണ്. വാവ്, ഇത് പൊളിച്ച് 2 വശം പ്ലെയിൻ ലാൻഡ്. അതായത് മൊട്ടക്കുന്ന്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 7,000 അടി ഉയരത്തിലാണുള്ളത്. കണ്ടോ, നമ്മൾ 7,000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ 7,000 അടി ഉയരത്തിൽ ഇനിയിപ്പോൾ ഒരു 10-12 കിലോമീറ്റർ ഇതുപോലത്തെ മൊട്ടക്കുന്ന് പോലത്തെ പ്രദേശമാണ്. ഇതെനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ ഗൈസ്. എനിക്ക് ഇതിൽ കൂടുതലൊന്നും കാണിക്കാൻ പറ്റില്ല. ഇവിടെ മഴ പെയ്ത് ഞങ്ങളിവിടെ തുറന്നിട്ട് കുഴപ്പമില്ല, ചെറിയ മഴയാണ്. ഇടയ്ക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആർക്കെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ച് നോക്കിയാൽ മതി ഇതെങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ട്രെയിൽ ബാക്കിയുള്ള സംഭവങ്ങൾ ഇവിടെ ഡോർമെട്രി അങ്ങനെ അങ്ങനെ പല 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 പരിപാടികളുണ്ട്. ഫോറസ്റ്റ് ഏരിയ ആണല്ലോ. സോ അങ്ങനെ ആ ശ്രീലങ്കയിലെ മൊട്ടക്കുന്ന് സൈർ ഭായ് അവിടെ ബോർഡ് കണ്ടോ, ലെപ്പാർഡ്സ് ഉണ്ടെന്ന്. ലെപ്പാർഡ്സ് ആർ ആക്റ്റീവ് ഇൻ ദിസ് ഏരിയ എന്ന്. പക്ഷെ ഞാൻ അവരോട് ആ വാർഡന്മാരോട് ചോദിച്ചപ്പോഴത്തേക്കിനും അവർ പറഞ്ഞത് സാമ്പൽ ഡിയറും അങ്ങനെയുള്ള 1-2 സാധനങ്ങളൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അറിയില്ല, ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് എങ്ങാനും വന്നെങ്കിലേ നമ്മള് തുറന്നിട്ടില്ല ഓടിക്കുന്ന എന്തായാലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് വരുന്നതല്ലേ, മഴയാണെങ്കിലും നമുക്ക് കാണണ്ടേ ഇവിടുത്തെ പ്രകൃതി എങ്ങനെയാണ്, എന്താണ് പരിപാടി എന്നൊക്കെ ഉള്ളത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലെപ്പാർഡിനെ എങ്ങാനും വഴി വെച്ച് കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തണം, അതിൻ്റെ അടുത്തോട്ട് പോരുത്, അത് ഇങ്ങോട്ട് വന്നോളൂ എന്ന്. അങ്ങനെ എഴുതി വെച്ച് അതിൻ്റെ അടുത്തോട്ട് പോകണ്ട, ഇങ്ങോട്ട് വന്നോളൂ എന്ന്, വേറെ ഒന്നും ചെയ്യണ്ട. അത് ഇത് പൊളി സ്ഥലമാട്ടോ. ഇത് വെറുത്തായി പോയിട്ടോ. ഇത് മഴയാണെന്നുണ്ടെങ്കിലും അതാ ഒരു വെതർ കിടിലനാണ്. ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇഫ് യു എൻകൗണ്ടർ എ ലെപ്പാർഡ്, ഡു നോട്ട് റൺ, ഡു നോട്ട് ടേൺ യുവർ ബാക്ക് ടു ലെപ്പാർഡ്, ഡു നോട്ട് ഗെറ്റ് യുവർ സെൽഫ് കോർണേർഡ്, ഡു നോട്ട് ബ്ലോക്ക് ദ റൂട്ട് ഓഫ് ദ ലെപ്പാർഡ്. ഐ കോണ്ടാക്ട്, അതായത് ബാക്ക് അവേ സ്ലോലി വൈൽ മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട്. കണ്ണി നോക്കിയിട്ട് പുറമോട്ട് മാറണമെന്ന്, അല്ലാതെ ഒന്നും ചെയ്യരുതെന്ന്. അതാണ് എഴുതിയിരിക്കുന്നത്. ഗൈസ് അങ്ങ് ദൂരെ ദേ ഒരു സാമ്പിൾ ഡിയർ നിൽക്കുന്നത് കണ്ടോ, ഒരു വലിയൊരു ഡിയർ കണ്ടോ. എനിക്ക് ഇവിടെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഫോറസ്റ്റുകാരുടെ ഗസ്റ്റ് ഹൗസ്, അവിടെ ഉണ്ട് ഒരു 2-3 ദേ മാൻ. ഇത് നമ്മുടെ മുത്തങ്ങയിലും ബന്ദിപ്പൂരിലൊക്കെ കാണുന്ന പോലത്തെ തന്നെയുള്ള ഫോറസ്റ്റ് കോട്ടേജുകളാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ആളുകൾ മറ്റേ ഇവിടുത്തെ സ്റ്റാഫും മറ്റൊക്കെ താമസിക്കുന്നതിന് വേണ്ടിയുള്ള സംഭവങ്ങളായിരിക്കും. നിൽക്കുന്നത് കണ്ടില്ലോ അവന്മാര് 2 പേര്. എനിക്ക് വിശക്കുന്നു സാർ ഭായി, എനിക്ക് വിശക്കുന്നു. ഈ നമ്മുടെ ഫോറസ്റ്റിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട് ഡോർമെട്രി സർക്യൂട്ട് ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞുണ്ട്. ഇതൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണമായിരിക്കും, എന്നാലും ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ താമസമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇവിടെ ആരും കാണുന്നില്ല. കുറച്ച് ആൾക്കാർ നടന്നൊക്കെ പോകുന്നു. ഇവിടുത്തെ പാർക്കിലെ ആൾക്കാരാന്ന് തോന്നുന്നു. ഹായ്, സോ ഈസ് ദർ leopards here? Very rare. Yes. But still you can spot. Yes. Oh my god. Okay. Are you living here? Yes. In the cottage? Yes. Oh my god. Okay. Nice to meet you. Okay. Thank you. Yeah. So what is the deer name? Is it Sambal deer? Samba deer. Samba deer. So you have only Samba deer here. Okay. Thank you. അടിപൊളി. Samba deer. Leopards ഉണ്ട്, ഭയങ്കര റെയർ ആണെന്നാണ് അവർ പറയുന്നത്. മേളിൽ കൂടി 2-3 പേര് ആ കോട്ടേജിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കും. എന്തോ ഒരു സ്ഥലമല്ലേ ശരിക്കും. എങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ഇതുപോലെയുള്ള ഗ്രാസ് ലാൻഡ്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആണ്. ഈ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതാ നോക്കൂ, ഒരു സാമ്പാ ഡിയറിന്റെ ഫാമിലി, അച്ഛൻ, അമ്മ, പിന്നെ മക്കള് ആണെന്ന് തോന്നുന്നു അല്ലേ? എനിക്കറിയത്തില്ല, അങ്ങോട്ട് ചെല്ല്. നിങ്ങൾക്ക് എന്ത് കണ്ടാലും കഴിക്കുന്ന വിചാരം മാത്രമുള്ളല്ലോ. ഇത് കിട്ടില്ല വൈബാട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒന്നും പറയണ്ട. കിട്ടില്ല സ്ഥലം എന്ന് പറഞ്ഞാൽ കിട്ടില്ല സ്ഥലം, രക്ഷയില്ല. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടേ അവര് അനക്കം ഇല്ലാണ്ടില്ല. നോക്കി, അടിപൊളിയല്ലേ? ഇങ്ങനെ സിമ്പിളായിട്ട് അവർ നിൽക്കുക, ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് പ്രതിമ പോലെ. ഒരു പേടിയില്ല. സൈർബായ് BYD ലാൻഡ് ക്രൂസർ. ഇതെന്തത്? ഓ, ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് എന്നവർ പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ഒരു ചൈനീസ് ബസ്. അടിപൊളി. ഞങ്ങളിവിടെ കയറി വന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ ഇട്ടിരിക്കുന്നതാണ്ടേ, കുറച്ച് ലാൻഡ് ക്രൂസറും BYD ഒക്കെ. അപ്പോൾ അവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഇത് വാക്കിംഗ് ട്രെയിലാണ്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറയാം എല്ലാക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അതിനോട് പെട്ടെന്ന് വിട്ടോ, ഇറങ്ങിക്കോ, 4 മണിക്ക് ശേഷം ഇറങ്ങാൻ പാടായിരിക്കും. കോട കയറി മൂടി പിന്നെ ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആനിമൽസ് ഒക്കെ ആയിട്ട് വരും, ഇറങ്ങാൻ പാടായിരിക്കും, പെട്ടെന്ന് വിട്ടോളാം പറഞ്ഞു. ഓട്ടോ അല്ലേ, ടുട്ടുക്കല്ലേ. സമയം പോയത് ഓർത്തില്ല സൈർഭായി, 3:30 മണിയായി. രസമാ. ഫുഡ് കഴിച്ചിട്ടില്ല ഇന്നൊരു മുമ്പ് ഇതുവരെ, വിശക്കും. കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിൽ വന്ന സമയത്തുണ്ടല്ലോ, വണ്ടി കയറിയപ്പോഴത്തേക്കിനും ഭയങ്കര ചൂടായിരുന്നു. AC ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലായിരുന്നു. ഇപ്പൊ നാച്ചുറൽ AC ആണ്. എങ്ങനെയുണ്ടോ നാച്ചുറൽ AC? ഒരു സാധനം വേണ്ട, നല്ല തണുപ്പാ. ഫുള്ള് തുറന്നിട്ട് നാച്ചുറൽ AC. ആ നാച്ചുറൽ AC-ലാണ് നമ്മളിപ്പോ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര തണുപ്പാണ്, നല്ല തണുപ്പുണ്ട് ആക്ച്വലി. ഇന്നലെ നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മളിപ്പോൾ 7000 അടി ഉയരത്തിലാണ്. 7000 അടി ഉയരത്തിൽ. നമ്മളെ മൂന്നാർ പോലും 3500-4000 അടി ഉയരത്തിലേ ഉള്ളൂ. അതിലും ഉയരത്തിലാണ് നമ്മൾ ശ്രീലങ്കയിലുള്ളത്. ഇപ്പം കോടമഞ്ഞ് വന്നേ. ഇപ്പം ഞങ്ങൾക്കൊന്നും കാണാനില്ലേ.
വിസിബിലിറ്റി ഉണ്ട് റോഡിൽ, പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ വിസിബിലിറ്റി എല്ലാം പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി തുടങ്ങുമ്പോഴത്തേക്കിനും കോളമഞ്ഞുണ്ടെങ്കിൽ നല്ല പാടായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ഏരിയ കഴിഞ്ഞു കേട്ടോ. നമ്മളിനി ചുരം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ കിട്ടിയ ആ ഒരു പാസ് മിക്കവാറും ഇവിടെ കാണിക്കേണ്ടതായിട്ട് വരും. അത് കാണിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇത്രയും നമ്മൾ കടന്നു വരാനാണ് 12,000 രൂപ എടുത്തത്. ഹോർട്ടൺസ് പ്ലെയിൻ നാഷണൽ പാർക്ക്. പക്ഷേ നമ്മൾ ആ പൈസ കൊടുത്ത് അതിനകത്ത് കയറിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു പ്ലെയിൻസ് ഏരിയയും ആ ആനിമൽസിനെയും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അതാണ് സംഭവം. പൊതുവേ ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഈ ടൂറിസ്റ്റുകൾക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്, നമുക്ക് ലോക്കൽസിന് റേറ്റ് കുറവുമാണ്. അതാണ് അതിൻ്റെ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളിനി ഹോർട്ടൺ പ്ലെയിൻ നാഷണൽ പാർക്ക് താഴോട്ടിറങ്ങണം. മഴയായി, കോടയായി. ഈ ചുരം ഇറങ്ങുമ്പോഴത്തേക്കിനും കോടയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. നമ്മൾ 7,000 അടി ഉയരത്തിലേന്ന് എങ്ങനെ പോലും ഒരു 1,500 അടി വരെങ്കിലും നമ്മൾ ഈ വഴി നമ്മളിപ്പോൾ ഇറങ്ങും. അടിപൊളി. കോട കോട. കുറച്ചും കൂടെ ലേറ്റ് ആയാലും നല്ല ഇരുട്ടാവും. ലമ്പാടിനൊക്കെ കുത്തുമ്പോഴേ അറിയുള്ളൂ. ഇതൊന്നും നോക്കിയേ, ഒരു വണ്ടി കയറി വരുന്നതിനിടയ്ക്ക്. പക്ഷെ എന്റെ ദൈവമേ, ഇത് അവസ്ഥയല്ല, ഇതൊരു രക്ഷയില്ല. ഇത് നോക്ക്, പുറത്ത് നോക്ക്. ഓ മൈ ഗുഡ്നസ്. അതായത് ഫുൾ കോട മഞ്ഞിൽ ഓഹോയ്, താഴ്വരയിൽ ഓഹോയ്. എൻ്റെ അമ്മേ, ഇതിപ്പോൾ നാഷണൽ പാർക്കിൻ്റെ പുറത്തിറങ്ങി. ശരിക്കും ഇവിടെയൊക്കെ നമുക്ക് കോടയുടെ സമയത്ത് എനിക്കൊരു ഡ്രോൺ പറത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതും നടന്നില്ല. എന്തായാലും അത് ഭയങ്കര രസമാണ്. ശരിക്കും ഇത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നമ്മൾ ഈ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രീലങ്കയിൽ വന്നിട്ട് ഇതുപോലുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് വരാം, ചില്ല് ചെയ്യാം. ഇറ്റ്സ് നൈസ്, അടിപൊളിയാണ്. ഇതെന്താ ഇത്? എൻ്റെ അമ്മ, എനിക്കിത് പേടിയാണ് സൈർബ ഇത് കണ്ടിട്ട്. ഫസ്റ്റ് തന്നെ ഇട്ടിരിക്കുന്നത്. ഇതെങ്ങനെ ഞാൻ ഇറക്കുക? പണിയാ നോക്കി ഫസ്റ്റ് ഭയങ്കര ക്ലച്ച് പിടിക്കുന്നില്ല. ഫസ്റ്റിൽ തന്നെ ഇട്ടിരിക്കുന്നത്. പൊന്നെ, പേടിച്ചു. അത് ഭയങ്കര തിരിവും മറിവും ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സ്ഥലം. എന്റെ അമ്മ, അയാളെ പോകാൻ പറഞ്ഞാൽ നന്നായി കേട്ടോ. നമ്മള് ഇപ്പൊ തന്നെ കോടയായി. കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിലേ ഫുൾ നമുക്ക് ഒന്നാമത് പരിചയമില്ലാത്ത സ്ഥലം കൂടിയാവും. നെറ്റ്വർക്കും ഇല്ല, റേഞ്ചും ഇല്ല. എന്തെങ്കിലും പറ്റിയാൽ ആരെങ്കിലും വിളിക്കാനും പറ്റില്ല. ഇതെനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയാം. ഞങ്ങൾ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഗവി പോയപ്പോൾ ഇതേപോലത്തെ റോഡും ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഗവി റോഡൊക്കെ നന്നായി, ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പണ്ട് ഞാൻ ഗവി പോകുമ്പം ഏകദേശം ഇതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇത് വേണമെങ്കിൽ ശ്രീലങ്കയിലെ ഗവി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഗൈസ്, നല്ല കിടിലൻ ഹെയർപിൻ കർവുകൾ. ബ്രേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്നു. വീഡിയോയിലെ എഫക്ട് കാണില്ല, വീഡിയോയിൽ മനസ്സിലാവില്ല. പുറത്തിറങ്ങി വീഡിയോ എടുക്കണം. നമുക്ക് ഈ ഒരു എത്രത്തോളം ഇവിടുത്തെ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ട്, എത്രത്തോളം റോഡ് ടെറിബിൾ ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ ഭയങ്കര പാടാണ്. കാരണം അത്ര കുത്തനെയുള്ള ഇറക്കമാണ്. വളവിനൊക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഉള്ള ടൈപ്പ് ഇറക്കമാണ്. എനിക്ക് സ്ഥലം കണ്ടിട്ട് വണ്ടി നിർത്താതിരിക്കാൻ തോന്നിയില്ല. അത്രയ്ക്ക് അടിപൊളി സ്ഥലം. നോക്കി. സൈർവായി പുറത്തിറങ്ങുന്നില്ല, തണുത്തിട്ടാണോ ഇത്? ഇറങ്ങ്. ഓ എക്കോ. ഇത് യൂക്കാലി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു യൂക്കാലിയുടെ മണമുണ്ട്. എന്താ യൂക്കാലിൻ്റെ മണമുണ്ട്. ഇതിൻ്റെയൊക്കെ വണ്ണം നോക്കി. ഇത് എന്തോരം വണ്ണം ഉണ്ടെന്ന് പറയും. എന്ത് വണ്ണമെന്ന് പറയും ഇതിൻ്റെയൊക്കെ. വലിയ വണ്ണമുള്ള മരങ്ങൾ അങ്ങനെ ഫുള്ളിങ്ങനെ മേളിലൊക്കെ ഇങ്ങനെ കോടയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. വല്ലാത്തൊരു വൈബ്, കിട്ടില്ല വൈബ്, രക്ഷയില്ല. അത് പൊളിച്ചേട്ടോ. I'm just enjoying this vibe, man. ഇതൊരു കാറാണ്, ഈ ഒരു ഫീൽ കിട്ടും ഇല്ലല്ലോ. നമ്മൾ ആ ഒരു ഇതൊരു പ്രത്യേക ഫീലാണോ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ ശ്രീലങ്കയിലേക്ക് വരികയാണെങ്കിൽ, ഇഫ് യു വോണ്ട് ടു ട്രൈ സംതിങ് ഡിഫറെൻറ്റ്, സം അഡ്വഞ്ചർ, ഡു ട്രൈ ദിസ്. ടുക് ഒരു കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. കുറച്ച് പാടാണ്, പക്ഷേ എന്നാലും അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ കുറേ നേരത്തിന് ശേഷം ഒരു റിസോർട്ട് കണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റിസോർട്ട് മാഫിയാണെന്ന് തോന്നുന്നു. ഫോറസ്റ്റിനടുത്തുള്ള ഏതോ ഒരു റിസോർട്ട് മാഫിയ എന്നാണ്. ഓഹിയ സെൻറ്റർ റിസോർട്ടായിരിക്കും. അങ്ങനെ ഒരു വില്ലേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇറങ്ങി നമ്മൾ വില്ലേജിലെത്തി. നമ്മുടെ മഹാരാഷ്ട്ര RTCയുടെ വണ്ടിയില്ലേ, അതേപോലെ ഇരിക്കുന്നു ഈ ഹിൽ സ്റ്റേഷനിലേക്ക് കയറി വരുന്ന ആ ഒരു ബസ്. ഇവിടുത്തെ പ്രൈവറ്റ് വണ്ടിയാണ്.
ഇവിടെയൊക്കെ മറ്റേ കഴിഞ്ഞ ഇതിൻ്റെ ഫ്ലഡിൻ്റെ സമയത്ത് പ്രശ്നങ്ങളുണ്ടായ സ്ഥലമാണ്. നമ്മളിപ്പോൾ ശരിക്കും ഒരു ചുരം കയറി ഇറങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എന്താ പട്ടിപ്പള്ളി എന്ന് വരുന്ന സ്ഥലത്തിൻ്റെ പേര്, അവിടെ നിന്ന് നമ്മൾ ക്രോസ് ചെയ്തതല്ലേ റെയിൽവേ ക്രോസ്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഒഹിയയിലെത്തി. ഇത് 1774 മീറ്റർ അബോവ് സീ ലെവലാണ്. 7000 അടി ഉയരത്തിൽ നിന്ന് നമ്മളിപ്പോൾ 5800 അടി ഉയരത്തിലേക്ക് നമ്മളിപ്പോൾ ഇറങ്ങി വന്നു. അപ്പോൾ ഈ റെയിൽവേ ട്രാക്കും ഈ പറഞ്ഞ ഈ സ്ഥലത്തൂടെ കറങ്ങി തിരിഞ്ഞാണ് വരുന്നത്. ഉണ്ടല്ലേ, നമ്മുടെ ഊട്ടി ട്രെയിൻ പോലെ തന്നെയുള്ള സെറ്റപ്പ്. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും പിന്നെ 1-2 വീടുകളും പിന്നെ ഒരു ചായക്കടയും, വേറെ ഒന്നുമില്ല ഇവിടെ. ഹലോ, ലെപ്പാടല്ലല്ലോ, പൂച്ചയല്ലേ? ലെപ്പാടിനെ കണ്ടില്ല ഗൈസ്, അതിൻ്റെ വിഷമോ. വരുന്ന വഴിക്ക് ഇവിടെ ഐസി ഫോൾസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കോഫി ഷോപ്പോ റെസ്റ്റോറൻ്റാണ് സാധനം കണ്ടു. ഇവിടെ ഫുഡ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹലോ മിസ്റ്റർ എനിബഡി ഹിയർ? ഹായ്, ഡു യു ഹാവ് സം ഫുഡ്? വാട്ട് ഡു യു ഹാവ്? Oh, you have? Okay. Will it take long time? Yeah. Okay. Okay, you have For this fried rice Ah. and kottu and fast moving, sir. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് നമ്മുടെ നമ്മൾ വന്ന ഫുഡ് കഴിക്കാനായിട്ട് കയറിയ സ്ഥലം. ഐസി ഫോൾസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതൊരു റെസ്റ്റോറൻറ്റും പിന്നെ ഇതിൻ്റെ താഴെ ഇവർക്ക് റൂമും ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ താഴെ നമുക്ക് ഇതൊരു ചെറിയൊരു ഗ്രാമം, നമ്മൾ നേരത്തെ കണ്ടില്ല, ഒഹിയ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ്. കൃഷിയും ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയിട്ട് കാടിന് നടുവിലുള്ള ഒരു ചെറിയ ഗ്രാമം. ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉണ്ടല്ലോ കാടിന് നടുവിലൊരു ചെറിയ ഗ്രാമം. 1-2 ചായക്കടകളും പിന്നെ ഇതുപോലെയുള്ള ഒരു 2-3 റിസോർട്ടുകളും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല ഒരു ശാന്തസുന്ദരമായിട്ടുള്ള ഒരു കിടുക്കാച്ചി ആംബിയൻസ്, ഇഷ്ടപ്പെട്ടു. നൈസ് സ്ഥലം. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാ. ഒരു കൊല്ലണ റേറ്റ് വാങ്ങിച്ചു, എല്ലാം കൂടെ ഭയങ്കര കൊല്ലണ റേറ്റും നല്ല വൃത്തിയായിട്ട ഫുഡും പറയണ്ട. പോകാം. ഫുഡ് കഴിച്ച് നമ്മളിനി തിരിച്ച് വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സമയം ഇപ്പം 5 മണിയായി. ഇന്ന് നമുക്ക് എവിടെയാണ് പോയി താമസിക്കേണ്ടതെന്നുള്ളതിൻ്റെ തീരുമാനമാക്കണം. അത് എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഇരുട്ടുമ്പം എവിടെയാണ് എത്തുന്നത് അവിടെ റൂം എടുക്കാം എന്നുള്ളതാണ് പ്ലാൻ. ഗൈസ്, ഇതിനൊരു അന്തവും കുന്തവും ഇല്ല, ഇതിനൊരു തീർപ്പും കൽപ്പിക്കാൻ പറ്റുന്നില്ല, ഇത് തീരുന്നില്ല. ഓ ഗൈസ്, അവിടെ വെള്ളമടി. നല്ല ചില്ല് വൈബ് കാലാവസ്ഥയല്ലേ, അപ്പോൾ പിന്നെ ആൾക്കാർ വെള്ളം അടിക്കേണ്ടിരിക്കുമോ? ഇത് റോഡ് കച്ചറയാണ്, അതാണ് ആകെ പ്രശ്നം. ഇനിയുണ്ട് 10-20 കിലോമീറ്റർ ഈ സെയിം റോഡ്. ഗൈസ്, അങ്ങനെ നമ്മൾ ചാട്ട റോഡ് കഴിഞ്ഞ് നമ്മൾ നല്ല BMC ടാറിങ്ങുള്ള റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ അമ്മോ, സമ്മതിക്കണം കേട്ടാ, എൻ്റെ തോളൊക്കെ വേദനിച്ചിട്ട് വയ്യ. ഇത് ഭയങ്കര ചാടി പുറകിരിക്കുന്ന സൈർവേയുടെ അവസ്ഥ മോശമൊന്നുമില്ല. ചാടി എത്ര മണിക്കൂറാണെന്നറിയും ഇന്ന് ഞങ്ങൾ ചാടി വണ്ടിക്കകത്തിരുന്നത്. 4-5 മണിക്കൂറിന് മേലെയായി തോന്നുന്നു. രാവിലെ ഓട്ടിരിക്കുക, ഒന്നും പറയണ്ട. ചാടി ഇങ്ങനത്തെ നല്ല സ്മൂത്ത് റോഡാണെങ്കിൽ വലിയ കുഴപ്പമില്ല, സുഖമായിട്ട് പോകാം നമുക്ക്. റോഡിൻ്റെ നടുക്ക് മയിൽ ഒരു പേടിയില്ല ഗൈസ്, ഒന്നിനും ഒരു പേടിയില്ല. അങ്ങനെ നമ്മൾ 10 മനുഷ്യരെ കാണുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ആൾക്കാരെ കണ്ടിട്ടേ ഇല്ല, മൃഗങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. മൃഗങ്ങളെ കാട് അവരെ നമ്മൾ പേടിക്കാൻ ഒരു അനക്കൂല്ല. ആനും മയിലൊക്കെ ഉണ്ടല്ലോ, എത്ര ലക്ഷം ഉണ്ടാക്കിയാലും പോകുന്നില്ല അല്ലേ, നമ്മളെ പേടിപ്പിക്കുക. അതെ, അങ്ങനെ ഫൈനലി നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി താമസിക്കാനുള്ള കൂടാനാനുള്ള സ്ഥലം നോക്കണം. ഞങ്ങളിപ്പോൾ ഏതൊക്കെയോ കൂട് വഴികളിലൂടെ ഗ്രാമ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇനി 21 കിലോമീറ്ററും കൂടെ കാണുന്നുണ്ട്. എല്ലാ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വെൽക്കം ടു ദ കൂൾ ക്ലൈംസ് ഓഫ് ബന്ദരവേല. ബന്ദരവേല എന്ന് പറഞ്ഞ ഒരു സിറ്റിയാണെന്ന് തോന്നുന്നത്, ഒരു ടൗണിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇതും കഴിഞ്ഞ് നമുക്ക് എല്ലാ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണമെന്ന്. നമസ്കാരം. സല്യൂട്ട്. വഴി ചോദിക്കാൻ വേണ്ടി ഗൂഗിൾ മാപ്പ് ഒരു ഊട് വഴി കാണിച്ചേ. അപ്പോൾ ഇത് തന്നെയാണോ എന്നറിയാൻ വേണ്ടി വഴി ചോദിക്കാൻ വേണ്ടി നിർത്തുക. അപ്പം പുള്ള സംസാരിക്കാനില്ലായിരുന്നോ? എന്താ ഇംഗ്ലീഷ്? എന്നിട്ട് പിന്നെ പുള്ളി സിംഗിളല്ല സംസാരിക്കുന്നത്. പാവങ്ങളാട്ടോ ആൾക്കാരൊക്കെ. We don't have space. We would like to offer you lift, but we don't have space. Okay? You. Okay. Thank you. കൈ കാണിച്ച് എനിക്ക് വയ്യ ലിഫ്റ്റ്. ഞാൻ മിക്കവാറും സൈർവായി നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ ശ്രീലങ്ക മൊത്തം ഇവിടെ ഓട്ടോ ഓടിച്ച് ലിഫ്റ്റ് കൊടുത്ത് നടക്കും. ആൾക്കാരൊക്കെ കൈ കാണിക്കുകയാണ്. ബന്ദരവേല എത്തി. ബന്ദരവേല ബസ് സ്റ്റാൻഡ്. പിന്നെന്താ, ഒന്നുമില്ല. ഭയങ്കര കഴുത്തല്ലാണ്ട് ഇവിടെ ഭയങ്കര വേദനയുണ്ട്. കുറേ
വണ്ടി ഓടിച്ച് ക്ഷീണിതരായി, മതിയായി ഗൈസ്. ഇനി നമുക്കൊരു 10 കിലോമീറ്റർ കൂടെ വണ്ടി ഓടിച്ചാലേ നമ്മൾ ഇവിടെ എത്തുള്ളൂ. എവിടെ? എല്ലാം നമ്മുടെ ബന്ദരവേല ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മളെല്ലാം എത്തിയിരിക്കുകയാണ്. ദ ബ്രീത്തിങ് സ്പേസ്. ഞങ്ങളിവിടെ എല്ലാം എത്തിയിട്ട് ഹോട്ടൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ താമസിക്കാനായിട്ട് എവിടെയാണ് താമസിക്കേണ്ടതെന്നുള്ളത് നോക്കി. ഇവിടെ വലിയൊരു ടൂറിസ്റ്റ് സ്ഥലമാണ്. ഇവിടെ ഫുൾ ടൂറിസ്റ്റുകളാണ്. ഇത് ഇവിടുത്തെ ഇതൊരു ഹോട്ടലാണ്. ഇവിടെ ഹോട്ടലും ഉണ്ട്, പിന്നെ ഹോസ്റ്റലും ഉണ്ട്. ഇതിൻ്റെ മേളിൽ ഡോർമെറ്ററി, ബാക്കിയുള്ള സംഭവങ്ങൾ, പരിപാടികളൊക്കെ ഉണ്ട്. മുമ്പിൽ തന്നെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇതൊരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ. ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിന്, അതായത് ഈ എല്ലാ ട്രെയിനിന് പോകാൻ വരുന്ന ആൾക്കാരാണ് ഇവിടെ കംപ്ലീറ്റ് വരുന്നത്. ഫുള്ള് ഫോറിനേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കിടിലൻ സെറ്റപ്പാണിത്. എന്തായാലും കാണിക്കാം. ഇന്ന് ഭയങ്കര ടയർഡാണ്. പോയി കിടന്ന് ഉറങ്ങാനല്ല, ഇനിയിപ്പോൾ കുറച്ച് പണിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്. ടയർഡാണ്, കുളിക്കണം ഫസ്റ്റ്. ഓ, ഇതാണോ? ഇത് സ്റ്റാൻഡേർഡ് റൂമാ? ഇത് ഡീലക്സ് റൂം ഏത്? ഏത്? അതോ? ഏതാ? അപ്പോൾ ഡീലക്സ് റൂം എടുക്കാം. ഇവിടെ വന്നിട്ടാണ് നമ്മൾ റൂം എടുക്കുന്നത്. ഇവിടെ വന്ന് നമ്മളൊരു ഹോട്ടൽ കണ്ട് പോയി ചോദിച്ച് അവർ റൂമുണ്ട്. അവർ റേറ്റ് കൂടുതൽ പറഞ്ഞു. അന്നേരം ഞാൻ booking.com നോക്കിയപ്പോൾ അത് കുറവാന്ന് പറഞ്ഞപ്പോൾ അവർ അതിലും കുറച്ച് എനിക്ക് 1000 രൂപ കുറച്ച് തന്നു. ഇവരൊക്കെ ഈ തമിഴ് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ തമിഴിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓട്ടോ ആ ചേട്ടൻ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടെടുത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ താമസിച്ച ഹോട്ടലാണിത്. ഇതിൻ്റെ മേളിൽ ഹോസ്റ്റലുണ്ട്, താഴെ റൂംസ് ഉണ്ട്. ഇതായിരുന്നു നമ്മുടെ മുറി. ഇതിന് ഏകദേശം ഒരു 4500 റുപ്പീസ് അവർ ചാർജ് ചെയ്തു. ഇതൊരു പക്ക ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്. ധാരാളം ബാക്ക് പാക്കേഴ്സൊക്കെ വരുന്ന ഒരു പ്രോപ്പർ ടൂറിസ്റ്റ് സ്ഥലമാണിത്. രാവിലെ മറ്റേ കിളികളൊക്കെ അലയ്ക്കുന്നതൊക്കെ സൗണ്ടൊക്കെ കേൾക്കാം. നമ്മുടെ ടുക്ടുക്ക് ഇവിടെ കിടപ്പുണ്ട്. ടുക്ടുക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ കയ്യിലെ പൈസയൊക്കെ തീരാറായി. അപ്പോൾ കുറച്ച് ക്യാഷൊക്കെ എക്സ്ചേഞ്ച് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളെ ഇവിടെ വന്നു, ഞാൻ ഭക്ഷണം കഴിച്ചു, പൈസയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. കറൻസി എക്സ്ചേഞ്ച് ചെയ്യണ്ടായിരുന്നു, അത് എക്സ്ചേഞ്ച് ചെയ്തു. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയാണ് പൈസ എക്സ്ചേഞ്ച് ചെയ്തത്. $100 കൊടുത്തപ്പോഴത്തേക്കിന് ഏകദേശം 30,007 എത്ര 30,700 വെച്ച് കിട്ടി. കുഴപ്പമില്ലാത്ത റേറ്റ് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകണം. അതാണ് പരിപാടി. ഇതൊരു പക്ക ടൂറിസ്റ്റ് സ്ഥലമാണ്. ഇവിടെ രാത്രിയിൽ ബാറുകളും ക്ലബ്ബുകളും നൈറ്റ് ക്ലബ്ബുകളും അങ്ങനത്തെ സെറ്റപ്പുകളാണ്. ഇവിടെ ഈ കാണുന്ന പോലൊന്നും അല്ല. ഇത് രാത്രിയിൽ ഫുള്ള് വൈബാണ്. ഇന്നലെ രാത്രിയിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി, അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി വന്ന് തിരിച്ച് കിടന്നുറങ്ങി എന്നുള്ളതല്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എവിടെയും പോകാൻ പറ്റിയില്ല. കാരണം അത്ര ടയേർഡായിരുന്നു ഇന്നലെ എന്നുള്ളതാണ് അതിൻ്റെ റീസൺ. രാവിലെ ഓയിലൊക്കെ ചെക്ക് ചെയ്ത് അടയ്ക്കുകയാണേ. ഇവിടെ നമ്മൾ ഈ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, ഈ ഓട്ടോറിക്ഷയ്ക്ക് ഇവിടെ ശ്രീലങ്കയിലെ വില എത്രയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതായത് ഇവിടുത്തെ 20 ലക്ഷം രൂപയുണ്ട് ഈ ഓട്ടോറിക്ഷയ്ക്ക് ഇവിടുത്തെ വില. ഇവിടുത്തെ 20 ലക്ഷം രൂപ. ഇവിടുത്തെ 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഞെട്ടും. നമ്മുടെ നാട്ടിൽ 6 ലക്ഷം രൂപ ഈ ഓട്ടോയ്ക്ക് ശ്രീലങ്കയിലെ പ്രൈസാണ്. നമ്മുടെ നാട്ടിൽ 6 ലക്ഷം രൂപ. ഈ വണ്ടിയില്ലേ, ഈ വണ്ടിക്ക് ഇവിടെ 20 ലക്ഷം രൂപ വിലയുണ്ടെന്ന്. നമ്മുടെ നാട്ടിൽ 2.5-3 ലക്ഷം രൂപയ്ക്ക് കിട്ടത്തില്ലേ ഇത്? ഇല്ലേ? അതാണ് ഇവിടുത്തെ വില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാഗ് അകത്ത് വെച്ചു. ഞങ്ങളിവിടെ ഇപ്പോൾ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോവാണ്. ആ സ്ഥലം കണ്ടിട്ടില്ല ഗൈസ്. ഞങ്ങളങ്ങനെ എല്ലയിൽ നമ്മുടെ നാട്ടിൽ കൊല്ലത്ത് പത്തനാപുരം അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഒരു 13 കണ്ണറ പാലമില്ലേ, അതേപോലത്തെ ഒരു പാലം ഇവിടെ ഉണ്ട്. 9 ആർച്ചസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാലം കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ഓട്ടോറിക്ഷയിലും ബാക്കിയുള്ള വണ്ടിയിലും ടൂറിസ്റ്റുകളെല്ലാവരും പോകുന്നതും നടന്നു പോകുന്നതും എല്ലാം ആ പാലം കാണാൻ വേണ്ടിയാണ്. ആ പാലം ഈ നാട്ടിലെ ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഗൈസ്. നമ്മുടെ കണ്ണറപ്പാലം ഹൈവേയിലാണെങ്കിൽ ഇവരുടെ 9 ആർച്ചസ് ബ്രിഡ്ജ് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൂടെ കുറേ ഇൻറ്റീരിയർ റിമോട്ട് വില്ലേജിലൂടെയൊക്കെ പോയിട്ട് വേണം കാണാനായിട്ട്. അങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. പാലം കാണാൻ പോകാനായിട്ട് വണ്ടി ഇവിടെ ഒരു പാർക്കിങ്ങിലിട്ടു. ഇവിടെ 50 രൂപ കൊടുക്കണം. 50 രൂപ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു 50 മീറ്റർ നടക്കണം പാലം കാണാൻ പറ്റും. ആക്ച്വലി പാലത്തിനടുത്ത് വരെ ഓട്ടോറിക്ഷ പോവും. പക്ഷേ ഈ കാണുന്ന വഴികളിലൂടെ കൊണ്ടുപോയി വെറുതെ അവിടെ തിരിച്ച് കഷ്ടപ്പെടുത്തണ്ട എന്നോർത്തുകൊണ്ട് ഞങ്ങൾ അവിടെ അപ്പുറത്ത് കൊണ്ടൊരു പാർക്കിങ്ങിൽ വണ്ടി ഇട്ടു. പക്ഷേ എൻ്റെ അമ്മേ, ഇത് എന്തോരം ഓട്ടോറിക്ഷകളെ ഇവിടെ ഒരു പാലം കാണാൻ വേണ്ടി എത്ര ആൾക്കാരെ വരുമെന്നറിയോ? ഇതിൽ നമ്മൾ റെൻ്റലല്ല, ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ ടാക്സി ഓട്ടോകളാണ്. കാരണം പല ആൾക്കാരും എല്ലേന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ വരുന്നവരുണ്ടല്ലോ. പോലീസുകാരുണ്ട് ഇഷ്ടം പോലെ എല്ലായിടത്തും. ഇത് എന്തോന്നടി ഇതൊരു പാലം ഡെസ്റ്റിനേഷൻ. വാവ്,
രക്ഷയില്ല മാൻ, അടിപൊളി. നോക്കി എത്ര ആൾക്കാരാ ഇവിടെ. ഇവിടെ ചായക്കട വരെ ഉണ്ട് ഇവിടെ. എന്തിയ പാല എവിടെ? സഹീർ ഭായ് എവിടെ പോയി? ആ സഹീർ ഭായ്, ഇതെന്ത് സെറ്റപ്പാണ് ഇവിടെ? ഇവിടെ ബീച്ച് കഫേ ബാർ, ബീച്ച് കഫേ ഇല്ല, എന്താണ് 9 ആർച്ച് കഫേ ബാറ്, പിന്നെ കോഫി ഷോപ്പ്. ഇതാണ് പാലം. ഓ വാവ്, അടിപൊളി. ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത് ഇത് ഒന്നുമില്ല, ഇത് വലിയ സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ് നിങ്ങൾ പറഞ്ഞ പോലെ. ഇങ്ങനത്തെ എത്ര നമ്മുടെ നാട്ടിലുണ്ടല്ലേ? ചെറിയ സംഭവം കൂടെ ടൂറിസത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. എത്ര ആൾക്കാരാണ് വരുന്നേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കണ്ടറപ്പാലം ഉണ്ടായിരുന്നത് അത് പക്ഷേ വീതി കൂട്ടിയ സമയത്ത് അവർ അത് നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് കുറച്ചൊക്കെ അത് പ്രിസർവ് ചെയ്ത് ബാക്കി അത് നശിപ്പിച്ച് കുറേയൊക്കെ കുളവാക്കി നശിപ്പിച്ച് വെച്ചു. ഇവിടെ ആർക്കിയോളജിക്കൽ റിസർവേഷൻ ലാൻഡ് എന്നും പറഞ്ഞുകൊണ്ട് ഇത് ആർക്കിയോളജിയുടെ ഭാഗമായിട്ട് അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. പണ്ടത്തെ ആ ഒരു ട്രാക്കൊക്കെ അവർ നവീകരിച്ച് ബ്രോഡ് ഗേജ് ട്രാക്ക് ആക്കിയിട്ടുണ്ട്. ഇത് ബ്രോഡ് ഗേജ് തന്നെയാണ്, ബ്രോഡ് ഗേജ് ആണ്, നമ്മുടെ നാട്ടിലെ പോലെ ബ്രോഡ് ഗേജ് ആണ്. ഇവിടെ എന്തോരം കടകളല്ലേ ഇപ്പോൾ, ചായക്കടയും മറ്റ് കടകളും അതും ഇതൊക്കെയായിട്ട്. പക്ഷെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് അലമ്പൊന്നുമില്ല. പോലീസ് ചെക്ക് പോസ്റ്റ് വരെ ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഒരു ട്രെയിന് ഇതിലൂടെ വരുമെന്നാണ് ഇവർ പറഞ്ഞത്. ഇഷ്ടംപോലെ കടകളുണ്ട്. അപ്പോൾ ഭയങ്കര രസമാണ്. അതായത് ഇതിൻ്റെ മേളിൽ കൂടെ ഈ ക്യാൻഡി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഈ എല്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഒരു ടൂറിസ്റ്റ് ട്രെയിനുണ്ട്. ആ ടൂറിസ്റ്റ് ട്രെയിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ടൂറിസ്റ്റ് ട്രെയിൻ പോകുന്നത് കാണാൻ വേണ്ടിയാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. അപ്പോൾ അത് ഒരു ഭയങ്കര സംഭവമാണ്. ആ ഒരു ടൂറിസ്റ്റ് ട്രെയിൻ ഇങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ വളരെ പതുക്കെ പോവുള്ളൂ, വളരെ മന്ദം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് ശരിക്കും 9 ആർച്ചുകളുള്ള തൂണുകളുള്ള, അതായത് ആർച്ച് എന്ന് പറഞ്ഞാൽ അത് കണ്ടില്ല, 1 2 3 4 5 6 അങ്ങനത്തെ ഈ ആർച്ച് കണ്ടോ, അങ്ങനത്തെ ഒരു 9 ആർച്ചുകളുള്ള ഒരു പാലം. അതാണ് 9 ആർച്ചസ് ബ്രിഡ്ജ്. അടിപൊളിയല്ലേ? ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടുത്തെ ശ്രീലങ്കൻ റെയിൽവേ നിയമപ്രകാരം റെയിൽവേ ട്രാക്കിന് മുകളിലൂടെ നടക്കുന്നത് ശിക്ഷാർഹമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നോ വൺ കെയർസ്. ഇനി വേറെ കുറച്ച് സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്ന മലയുടെയൊക്കെ മുകളിൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകൾ കാണാം. വീടുകളെന്ന് പറയുന്നത് അതൊക്കെ ഹോം സ്റ്റേകളാണ്. ഹോം സ്റ്റേകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 9 ആർച്ചസ് ബ്രിഡ്ജ് കണ്ടുകൊണ്ട് താമസിക്കാവുന്ന മുറികളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയുള്ള ഇതുപോലെയുള്ള കുറച്ച് വീടുകളും ഹോം സ്റ്റേകളും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ ഈ മലയുടെ മുകളിൽ കാണാൻ പറ്റും. കണ്ടോ നോക്കി, അത് ഫുൾ അതായത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇത്തരത്തിൽ ടൂറിസം എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്തോരം പരിപാടികളാണ് അതൊക്കെ. അതായത് ഈ അവിടെ റൂമിലിരുന്നു കൊണ്ട് നമുക്ക് ഈ പാലത്തിലൂടെ ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. സെർവൈ, അവിടെ ആരോ പാട്ട് പാടുന്നുണ്ട്. ഡാൻസ് കളിക്കണ്ട, അവിടെ പാട്ട് പാടുന്നുണ്ട്. അയ്യോ, അതൊരു ഭയങ്കര രസം കേട്ടോ. ഇതിൻ്റെ മേളിൽ കൂടെയുള്ള ട്രെയിൻ യാത്ര പോകണമെന്ന് ഞാനും അബിയും കൂടെ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്തായിരുന്നു. ഇതിന് മേളിൽ കൂടെ ഞങ്ങളൊരു ട്രിപ്പ് പോകണം ആ ട്രെയിനിൽ, ടൂറിസ്റ്റ് ട്രെയിനിൽ. പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല, ഭയങ്കര പാടാണ് ടിക്കറ്റ് കിട്ടാൻ. നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തില്ല, ടിക്കറ്റ് കിട്ടത്തില്ല. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇവിടെ ഇതിൻ്റെ സൈഡിലൊക്കെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് റെഡിയാക്കി പ്ലാൻ ചെയ്ത് കുട്ടപ്പനാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇത് തടിയുടെ പഴയ ആ ഒരു ഇതും പിന്നെ കോൺക്രീറ്റിൻ്റെ സംഭവങ്ങളൊക്കെ മിക്സഡായിട്ടുണ്ട്. ഇവിടെ ഇതുപോലൊരു ട്രാക്ക് പോലത്തെ സാധനമാണ്. എനിക്ക് ഇവിടെ എന്തോ ഒരു ട്രെയിൻ ടെമ്പററി ഹോൾട്ട് എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു തടി കൊണ്ടുണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം പോലത്തെ സംഭവമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ റെയിൽവേ ട്രാക്കിലൂടെ ഹൈക്കിംഗ്, അതാണ് ആളുകളുടെ പരിപാടി. നമ്മുടെ നാട്ടിൽ ഗോവയിൽ ദൂദ്സാഗർ വാട്ടർഫോൾസ് ഉണ്ട്. ആ ദൂദ്സാഗർ വാട്ടർഫോൾസ് ശരിക്കും അടുത്ത് പോയി കാണണമെങ്കിൽ ഈ റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് പോകണം. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തോ ട്രക്കിംഗ് റൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ശരിക്കും റെയിൽവേ അവിടെ മനസ്സ് വിചാരിച്ചാണ്ടല്ലോ, റെയിൽവേക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ശരിക്കും അവർ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തെ ടൂറിസ്റ്റുകളെ അവിടെ ഈ പറഞ്ഞ പോലെ കൊണ്ടുവരാൻ പറ്റും. അവിടെ അത് ഭയങ്കര ഇപ്പോഴും ആ റെയിൽവേക്ക് എന്തോ അവിടെ ഭയങ്കര ഒരു അലർജി പോലെയാണ് ആ ഒരു സംഭവം. എനിക്കത് എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും. ഓ വാവ്, ഇപ്പുറത്തോട്ട് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു വ്യൂ കിട്ടുന്നത്. നോക്കി, എന്തോ ഓരോ ആൾക്കാരാന്ന് നോക്കി ഇവിടെ ആ ട്രെയിൻ വരുന്നത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമായിട്ട് വന്ന് നിൽക്കുന്നത്. എത്ര ആൾക്കാരല്ലേ ഇവിടെ, എത്ര ആളുകൾക്ക് കച്ചവടം, എത്ര തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള എന്താ പറയുക ബെനഫിറ്റുകൾ അതിൽ നിന്നുണ്ടാകുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി. വരുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ മേളിൽ, ആ കാട്ടിൻ്റെ മേളിലേക്കൊക്കെ ഇങ്ങനെ ട്രക്ക് ചെയ്തും നടന്നുമൊക്കെ കയറി പോകുന്നുണ്ട്. ഭയങ്കര രസം കേട്ടോ, നല്ലൊരു കിടിലൻ സെറ്റപ്പ് സ്ഥലം. ഇതാണ് ഈ പറഞ്ഞ പോലെ ഓരോ നാട്ടിലെ ഓരോ ചെറിയ സാധനങ്ങൾ ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ശ്രീലങ്കയിൽ നമ്മൾ ഈ കാണുന്ന സംഭവം. ഇവിടെ താഴെ തേയിലയാണ് കാണുന്നത്. തേയിലത്തോട്ടങ്ങൾ ഇഷ്ടംപോലുള്ളൊരു സ്ഥലമാണ്. ഇത് ശരിക്കും ഒരു കൊളോണിയൽ എറയിൽ നിർമ്മിച്ച, ബ്രിട്ടീഷുകാരുടെ സമയത്ത് നിർമ്മിച്ച ഒരു വയഡക്റ്റാണ്. 1913, 1921 കാലഘട്ടത്തിലാണ് ഈ ഒരു ബ്രിഡ്ജ് വെച്ചിട്ടുള്ള സ്റ്റോൺ ബ്രിക്സും സിമൻറ്റും ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പാലം പണിതത്.
ശരിക്കും ശ്രീലങ്കയിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം ഇതാണ് എന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. 300 ഫീറ്റ് ആണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ട്രെയിൻ വരാറായപ്പോഴത്തേക്കിനും ഇവിടെ ആളുകളുടെ എണ്ണം കൂടി. എത്ര പേര്, ഒരു 500 പേര് ഇവിടെ പാലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുണ്ടാവും. അവിടെ നമ്മളൊരു ടണൽ കണ്ടില്ലേ, ആ ടണലിൽ നിന്നായിരിക്കും ട്രെയിൻ ഇപ്പോൾ ഇറങ്ങി ഇതിലെ ഇവിടെ വരുന്നത്. ഇവിടെ ഇപ്പോൾ ആൾക്കാർ ഇത്രയായി ഇതുണ്ടല്ലേ, ഇത്രയും ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട് എന്നെ പോലെ. അവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. അവിടെ പാലത്തിന് അപ്പുറത്തും ഇപ്പുറത്തും അടിയിൽ പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നുണ്ടായിരുന്നു അവിടെ പോലും തന്നെ. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഏകദേശം വരാറായി. അവിടെ വിസിലടിച്ച് തുടങ്ങി, ട്രെയിനിൻ്റെ ചൂളംവിളി കേട്ടു. ഓ വാവ്. ഇത് രക്ഷയില്ല. ഇത് കാണാൻ വേണ്ടിയാണ് എല്ലാരും കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. അടിപൊളി. അടിപൊളി. അത് ഗംഭീരമായിരുന്നു കേട്ടോ. കഴിഞ്ഞു സിനിമ കഴിഞ്ഞു ഷോ കഴിഞ്ഞു പോവാം. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ പോവാം. ശരി, ഞാനേ ഇതിലും പതുക്കെ ആയിരിക്കും എന്നാ കരുതിയത്. ഇത് ഭയങ്കര സ്പീഡായി പോയല്ലോ. ഞാൻ ഇത്ര സ്പീഡ് ഉണ്ടാവുമെന്ന് കരുതിയല്ല കേട്ടോ. ഇത് പക്ഷേ ഭയങ്കര സ്പീഡിലാണ് പോയത്. തീർച്ചയായിട്ടും പതുക്കെ പോകാൻ നല്ലതായിരുന്നു. ശരിക്കും എത്ര പോലീസുകാരെയാണല്ലേ ഇവരിവിടെ നിയോഗിച്ചിരിക്കുന്നത്? അത്ര ചെയ്തിട്ടുണ്ട്. എത്ര പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ടെന്നറിയോ? അപ്പുറത്തും ഇപ്പുറത്തും പല സ്ഥലങ്ങളിൽ എത്ര ആൾക്കാരെയാണ്. അതായത് ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അത് ഭയങ്കര അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിനിൽ കയറിപ്പോണേ തന്നെ അതുപോലെ തിരക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം 3-4 ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരും. അങ്ങനെ എന്തോ ആണ്. 3 ട്രെയിനോ 4 ട്രെയിനോ എന്തോ ഉണ്ട്. പണ്ട് പഴയ ട്രെയിനുകളായിരുന്നു. പണ്ട് പോയിക്കൊണ്ടിരുന്നത് ബ്രൗൺ കളറിലുള്ള ട്രെയിനുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, പഴയ ട്രെയിനുകൾ. ഇപ്പോൾ അത് മാറ്റി ചൈനീസ് ട്രെയിനുകളാണ്, ചൈനീസ് റേക്കുകളാണ് ഇവിടെ ഓടുന്നത് കൂടുതലും. ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ട എനിക്ക് ചൈനീസ് റേക്കാണെന്ന് തോന്നുന്നത്. ഇന്ത്യൻ റേക്കും ഉണ്ട്, ചൈനീസ് റേക്കും ഉണ്ട്. ശരിക്കും ചെറിയൊരു രാജ്യമായിട്ട് അവർ റെയിൽവേ ടൂറിസം ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നല്ല ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾക്കാർ. ഇവിടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി. സർ ഭായ്, നിങ്ങൾ പറഞ്ഞ യൂണിയൻ ഇവിടെ ഉണ്ട്. നയനാർച്ച് ടുക് സൊസൈറ്റി, മെമ്പർ ഓഫ് നയനാർച്ച് ടുക് സൊസൈറ്റി, സർട്ടിഫൈഡ് ബൈ ടൂറിസ്റ്റ് പോലീസ് അല്ല. നമുക്ക് മെമ്പർഷിപ്പ് എടുത്താലോ? മിക്കവാറും എടുക്കേണ്ടി വരും. സൈർവായി പോയി കഴിഞ്ഞിട്ട് ഞാൻ മിക്കവാറും ഇവിടെ ആൾക്കാരെ കയറ്റി ട്രിപ്പ് അടിച്ച് കാശുണ്ടാക്കും മിക്കവാറും.